ഫ്രാങ്കോയ്ക്ക് പിൻഗാമി മഠത്തിലകപ്പെടാതെ സൂക്ഷിക്കുക. ജലന്ധർ രൂപതയുടെ അധീനതയിലുള്ള കുറവിലങ്ങാട്ടെ മഠത്തിൽ പോയി കന്യാസ്ത്രീയെ 13 തവണ കൂദാശ നടത്തിയ സംഭവത്തിൽ വത്തിക്കാൻ നേരിട്ടിടപെട്ട് നിർബന്ധിത രാജി എഴുതി വാങ്ങി പറഞ്ഞുവിട്ട ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പിൻഗാമിയായി വീണ്ടും ഇതാ ഒരു മലയാളി ബിഷപ്പ്. ഫ്രാങ്കോയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ മലയാളിയായ ജോസ് സെബാസ്റ്റ്യൻ തെക്കുംചേരിക്കുന്നേൽ പാദ്രിയെയാണ് ലിയോ 14 മാർപ്പാപ്പ രൂപതാ ബിഷപ്പായി നിയമിച്ചത്. 63കാരനായ ജോസ് പാദ്രി നിലവിൽ ജലന്ധർ രൂപത അഡ്മിനിസ്ട്രേറ്ററാണ്. പാലാ രൂപതയുടെ കീഴിലുള്ള കാളകെട്ടിയിൽ ജനിച്ച ജോസ് 1991 മുതൽ ജലന്ധർ രൂപതയിലെ പാദ്രിയാണ്. ജലന്ധർ രൂപതയുടെ ബിഷപ്പായി നിയമിതനാകുന്ന 3ാമത്തെ മലയാളിയാണ് ഇദ്ദേഹം. പഞ്ചാബിലെ 18 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ 214 പാതിരികളും 147 പള്ളികളും ഏതാണ്ട് 1.25 ലക്ഷം വിശ്വാസികളും ഇപ്പോൾ ഉണ്ട്. 1971 ജലന്ധർ രൂപത ആരംഭിച്ചത്. പഞ്ചാബിലെ അത്താഴ പട്ടണിക്കാരെ പാൽപ്പടി കൊടുത്ത് മയക്കി മതപരിവർത്തനം ചെയ്തുണ്ടാക്കിയതാണ് ഇത്രയും വിശ്വാസികൾ. ജലന്ധറിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഇന്ന് രൂപതയുടെ അധീനതയിലാണ്. അതുകൊണ്ട് തന്നെ ഫ്രാങ്കോയ്ക്ക് അവിടുത്തെ രാഷ്ട്രീയ വ്യവസായ പ്രമുഖരായിട്ടെല്ലാം നല്ല ബന്ധമായിരുന്നു. 2013 മുതൽ ഫ്രാങ്കോ മുളയ്ക്കൽ ആയിരുന്നു ജലന്ധർ രൂപതയുടെ ബിഷപ്പ്. രൂപതയുടെ മലയാളിയായ ആദ്യ ബിഷപ്പ് സിംബോറിയനായിരുന്നു. 2ാമത്തെ ബിഷപ്പായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ അറസ്റ്റിലാകുകയും എന്നാൽ മഠത്തിൽ വെച്ച് 13 തവണ തങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പരസ്പര സമ്മതത്തോടെയാണ് എന്ന് തെളിവുകളടക്കം ഫ്രാങ്കോ കോടതിയിൽ സമർപ്പിച്ചതിനാലാണ് റേപ്പ് ചെയ്യപ്പെട്ടു എന്ന ആരോപണം അന്ന് കോടതിയിൽ പൊളിഞ്ഞത്. ഫ്രാങ്കോയുടെ അറസ്റ്റും വിചാരണയുമെല്ലാം വലിയ വിവാദമായിരുന്നു. ശതകോടികളായിരുന്നു ബലാത്സംഗ കേസിൽ നിന്നും ഊരുവാൻ ഫ്രാങ്കോ അന്നെറിഞ്ഞത്. അന്ന് പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത കാണുക. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാങ്കോ മുളയ്ക്കലിനെ പരിശോധനയ്ക്ക് ശേഷം ഐസിയുവിലേക്ക് പോലീസ് എസ്കോർട്ടോടെ ആനയിച്ചു കൊണ്ടുപോകുന്നു. പോക്കറ്റിൽ 2 കൈകളുമൊക്കെ ഇട്ട് ഓസ്കാർ അവാർഡ് മേടിക്കുവാൻ പോകുന്ന പോലെയാണ് മഠത്തിൽ കയറി മഠത്തിലമ്മയുടെ കുപ്പായം പൊക്കിയ അംശവടിക്കാരൻ അന്ന് പോയത്. ഒരുപക്ഷെ ലോകചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഐസിയുവിലേക്ക് ഒരു ദ്രോഹി അല്ല രോഗി ഇങ്ങനെ പോക്കറ്റിൽ കൈമിട്ട് പോയത്. എന്തായാലും സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിചാരണ കോടതി വെറുതെ വിട്ട ഫ്രാങ്കോയെ വത്തിക്കാൻ ഇടപെട്ട് പോപ്പ് തന്നെ രാജി മേടിച്ച് ആട്ടിപ്പുറത്താക്കി. 2018 ജൂൺ 2 ബിഷപ്പ് സ്ഥാനം ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെച്ചത് ഇപ്പോൾ ബിഷപ്പ് എമിരറ്റസ് ആയി കോട്ടയം ക്രിസ്ത്യൻ സെന്ററിൽ ചൊറിയും കുത്തി ഇരിക്കുന്നു. കുറവിലങ്ങാട് മഠത്തിൽ പാതിരാത്രി എന്തിനാണ് പോയത് എന്ന ചോദ്യം ഉയർന്നപ്പോൾ ഫ്രാങ്കോയുടെ വിശദീകരണം ഇപ്രകാരമായിരുന്നു. ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെന്നെ സംശയിക്കും. എന്റെ കേസിൽ തന്നെ ഈ ബിഷപ്പ് എന്തിനാ അവിടെ മഠത്തിൽ പോയിട്ട് താമസിച്ചേ? അവിടെ ഒന്നും ബിഷപ്പ് ഒന്നുമില്ലേ, പള്ളി ഒന്നുമില്ലേ എന്ന് മനുഷ്യർ ചോദിക്കും. ചോദിച്ചപ്പോഴല്ലേ നമുക്ക് മനസ്സിലായി മനുഷ്യരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടെന്നുള്ളത്. ബിഷപ്പ് എന്തിനാ അവിടെ പോയി താമസിച്ച്? ആ പ്രോപ്പർട്ടി രൂപതേരയാ. ജലന്ധർ ബിഷപ്പിന്റെ പ്രോപ്പർട്ടിയിൽ ജലന്ധർ ബിഷപ്പ് അല്ലാതെ പിന്നെ ഏത് ബിഷപ്പ് അവിടെ പോയി താമസിക്കുക? അപ്പൊ പിന്നെ കന്യാസ്ത്രീകൾക്ക് താമസിക്കാൻ നമ്മൾ അവർക്ക് ലീസിന് ആ പ്രോപ്പർട്ടി കൊടുത്ത് കണ്ടീഷൻ എന്താണ്? ജലന്ധറിലെ അച്ഛന്മാരും ബിഷപ്പും വരുമ്പോൾ അവർക്ക് അവിടെ മുറി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ആ കണ്ടീഷൻ അവിടെ ഉള്ളതാണ്. ആ കണ്ടീഷനിൽ മാത്രമാണ് സിസ്റ്റർമാർക്ക് നമ്മൾ ആ പ്രോപ്പർട്ടി കൊടുത്തിട്ടുള്ളത് നോക്കാനായിട്ട്, ഈ ലീസിന് കൊടുത്തിട്ടുള്ളത്. അവർക്ക് വിൽക്കാനോ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ വീട്ടിലല്ലേ പോയി കിടന്നത്? ഇതെന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ പോയി കിടന്ന പോലെ മാധ്യമങ്ങൾ അങ്ങനെയല്ലേ പ്രചരിപ്പിച്ചത്. അപ്പൊ മുൻകൂട്ടി ഞാൻ ഇത് പറയാതിരുന്നത് കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് എന്നെ സംശയിക്കാൻ അവസരം കൊടുത്തു. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. സഹിക്കുക. കാറ്റഗിസം ടീച്ചേഴ്സ് ആയിക്കോട്ടെ. വ്യഭിചാരം പാപമാണുണ്ണി എന്ന വിഷയത്തിൽ കുടുംബ നവീകരണ ധ്യാനം നടത്തുകയാണ് ഇപ്പോൾ പ്രധാന കൃഷി. വ്യഭിചാരം ചെയ്യരുത്, മരണകരമായ പാവമാണത് എന്ന് വിശ്വാസികളെ പഠിപ്പിക്കുന്ന വലിയ ഇടയനാണ് ജഡമോഹത്താൽ കർത്താവിന്റെ മണവാട്ടിയെ വെപ്പാട്ടിയാക്കിയത്. പിതാവിന്റെ ഭാര്യയെ, സ്വന്തം അമ്മയെ പരിഗ്രഹിക്കുന്നവരെ പച്ചമലയാളത്തിൽ നാം വിളിക്കുന്നത് എന്താണ്? ആ പ്രകാശമുള്ള മാതാവിന്റെ മകനെ ഇന്നും ഈ വൃത്തികെട്ട സമുദായം കുപ്പായം ഊരിപ്പിച്ചിട്ടില്ല. ഇവൻ ഇന്നും കുർബാനയും കൂദാശയും നടത്തി പാഞ്ഞു നടക്കുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരുടെ സഹനദാസനായിയാണ് ഇന്ന് കത്തോലിക്ക സഭ ഫ്രാങ്കോയെ കാണുന്നത്. വ്യഭിചാര കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ ഫ്രാങ്കോയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചാൽ കേസിൽ നിന്നും സംശയത്തിന്റെ നിഴലിൽ രക്ഷപ്പെടും എന്നാണ് വിശ്വാസം. ഞാൻ മഠത്തിൽ ഒഴുക്കിയത്
സഭയുടെ നവീകരണത്തിന് കാരണമാകട്ടെ, എൻ്റെ കണ്ണീരും സഹനങ്ങളും സഭയ്ക്കായി സമർപ്പിക്കുന്നു എന്നാണ് ഫ്രാങ്കോ അന്ന് പറഞ്ഞത്. ഫ്രാങ്കോയുടെ അറസ്റ്റിനെ തുടർന്ന് ഇദ്ദേഹത്തെ എതിർത്ത ഒരു കന്യാസ്ത്രീ ജലന്ധറിലെ മഠത്തിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയും ഫ്രാങ്കോയെ വിമർശിച്ച മറ്റൊരു വൈദികനെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിലും കാണപ്പെട്ടു. അതുപോലെ ഫ്രാങ്കോയോടൊപ്പം സദാസമയവും ഒരു ബോഡി ഗാർഡിനെ പോലെ നടന്നിരുന്ന ഒരു പാതിരിയും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പിന്നാലെ. പുതിയ രൂപതാധ്യക്ഷന് മഠത്തിൽ കയറുമ്പോൾ ആത്മനിയന്ത്രണം ഉണ്ടാകുവാൻ കുഞ്ഞാടുകൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇനിയും നാറും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.